5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമുക്കെല്ലാവർക്കും ലീഡർ എന്ന് പറഞ്ഞാൽ ഒരേ ഒരാളേ ഉള്ളൂ, കെ കരുണാകരൻ. അദ്ദേഹം ഒരു ഒന്നൊന്നര ലീഡർ തന്നെയായിരുന്നു. കേരള രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്നൊക്കെ പറയുന്ന ഇന്ദിരാഗാന്ധിയുടെയൊക്കെ മാനസപുത്രനായിരുന്ന ഒരു വലിയ സംഭവമാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹം മനുഷ്യത്വമുള്ള മനുഷ്യനാണ്. വലിയ ആകപ്പാട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പറയാവുന്ന ഒരു കേസ് രാജൻ കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അതിലാണ് അദ്ദേഹത്തെ കരിങ്കാലി എന്നൊക്കെ വിളിച്ച് ചില പ്രശ്നങ്ങൾ വന്നത്. അടിയന്തരാവസ്ഥ കാലത്തുണ്ടായ ചില പ്രശ്നങ്ങളാണ്. അതൊഴിച്ചാൽ അദ്ദേഹം വലിയ ഭരണാധികാരിയാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് പല കാര്യങ്ങളും ഇവിടെ സംഭവിക്കുക. നെടുമ്പാശ്ശേരി വിമാനത്താവളം അടക്കമുള്ള പലതും വന്നിപ്പോൾ തിരുവനന്തപുരത്ത് RCC ഒക്കെ വന്ന് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. കൃഷ്ണനാരി സാറിനെ കൊണ്ടുവന്ന് RCC തുടങ്ങിച്ചതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യിക്കുന്നത് വലിയ പങ്ക്. അതുപോലെ രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെൻറ്റർ തുടങ്ങിയത് വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള കരുണാകരനുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൾ പത്മജ വേണുഗോപാൽ ഈ ഇടയ്ക്ക് BJP പോയി. അവർ വളരെ പക്വതയുള്ളൊരു തീരുമാനമെടുത്തു. കോൺഗ്രസിനകത്ത് സ്ത്രീകൾക്ക് യാതൊരു സാധ്യതയില്ല എന്നൊക്കെയുള്ള ഒരു സാഹചര്യം കൂടെ മനസ്സിലാക്കിയിട്ടായിരിക്കാം അവർ പലപ്പോഴും അത് പറയാറുണ്ട്. ഈ ഇടയ്ക്ക് തന്നെ അവരുടെ ഒരു പോസ്റ്റ് വന്നു, നമ്മൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഓരോ MLA-മാർക്ക് ചാൻസ് കൊടുത്തപ്പോൾ MLA-മാർക്കും നേതാക്കൾക്കും അവസരം കൊടുത്തപ്പോൾ സ്ത്രീകളെ ഇട്ടില്ല എന്നൊക്കെ പറഞ്ഞ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടിയിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞു വന്നത് അത് പറയല്ല. പത്മജ വേണുഗോപാലിനെ അമിത്ഷാ പെട്ടെന്ന് ഡൽഹിയിലേക്ക് വിളിച്ചു. അതുമായി ബന്ധപ്പെട്ട് കുറേ വീഡിയോസ് കറങ്ങുന്നുണ്ട്. അവർ ഡൽഹി ഗവർണർ ആകും എന്നുള്ളതാണ് വാർത്ത പോകുന്നത്. പക്ഷേ അതിനകത്തൊരു സംശയമുള്ളത്, ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർ എന്നുള്ള പറയുന്ന കുറച്ചുകൂടി ഉത്തരവാദിത്വമുള്ള കുറച്ചുകൂടി വലിയൊരു പദവിയാണത്. അത് സാധാരണ സ്റ്റേറ്റിലെ ഗവർണർമാരെ പോലെ അല്ല ഡൽഹി ഗവർണർ. അതൊരു ഇപ്പോൾ പിന്നെ BJP അവിടെ ഭരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, കുറച്ചുകൂടി കംഫർട്ടായിട്ട് പോകും. ആം ആദ്മിയൊന്നും അല്ലല്ലോ, എതിർ പാർട്ടിയല്ല. അപ്പോൾ BJP-യുടെ പാർട്ടി തന്നെയാണ് ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവിടെ ആരിരുന്നാലും കംഫർട്ടായിട്ട് പോകാൻ പറ്റും. പക്ഷേ ഡൽഹി പോലുള്ളൊരു സ്ഥലത്ത് പത്മജ വേണുഗോപാൽ കൊടുക്കുമോ? പത്മജ വേണുഗോപാലിന് അത് കിട്ടാൻ സാധ്യതയുണ്ടോ? മറ്റേതെങ്കിലും സ്റ്റേറ്റിൽ ചിലപ്പോൾ ഗവർണറായി കൊടുക്കാൻ സാധ്യതയുണ്ടോ? അതും ഇനി കേന്ദ്രമന്ത്രിയാക്കും. എന്തായാലും പത്മജ വേണുഗോപാലിനെ അമിത്ഷാ പെട്ടെന്ന് വിളിക്കുകയും അവർക്ക് ഒരു ഓഫർ കൊടുക്കാനാണ് സാധ്യത ഉള്ളത്. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ പെട്ടെന്ന് വിളിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ BJP-യുടെ അസംബ്ലി തെരഞ്ഞെടുപ്പൊന്നും വന്നില്ല എങ്കിൽ പിന്നെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി വിചാരിക്കാം. അല്ലെങ്കിൽ എന്തോ BJP-ക്കകത്ത് ഏതോ പൊസിഷൻ കൊടുക്കാനായിരിക്കും. എന്തായാലും അമിത്ഷാ വിളിച്ചതിനെ സംബന്ധിച്ച് അവർ ഡൽഹി ഗവർണറാകും എന്നുള്ളത് വലിയ വാർത്തയായി ഇപ്പോൾ ചാനലുകളിലും ഓൺലൈൻ മീഡിയയിൽ, പ്രത്യേകിച്ച് ഓൺലൈൻ ഡിജിറ്റൽ മീഡിയകളിൽ വലിയ ഓട്ടമാണ് ഓടുന്നത്. പത്മജ ഡൽഹി ഗവർണറായി എന്നുള്ള നിലയിൽ തന്നെ. പക്ഷേ എന്തായാലും അതിനൊരു ചെറിയ സാധ്യത കാണുന്നില്ല. അതേസമയം ഗവർണർ മറ്റേതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ചിലപ്പോൾ ഗവർണറായി കൊടുക്കാനുള്ള സാധാരണ ഇവിടെ നിന്ന് പോകുന്ന ആളുകളൊക്കെ ഗോവ, മിസോറാം ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റേറ്റുകളിലേക്കാണ് കേരളത്തിൽ നിന്നുള്ള ആളുകളെ പലപ്പോഴും ഗവർണർമാരാക്കിയിട്ടുള്ളത്. അതിപ്പോൾ കോൺഗ്രസ്സുകാരായാലും വക്കം പുരുഷോത്തമനായാലും ശങ്കരനാരായണനായാലും പിന്നെ കുമ്മനം രാജശേഖരനായാലും നമ്മുടെ ശ്രീധരൻ പിള്ളയായാലും ആരായാലും അവരെല്ലാം ചെറിയ ചെറിയ സ്റ്റേറ്റുകളിലേക്കാണ് ഗവർണർമാരാക്കിയിട്ടുള്ളത്. അല്ല വളരെ വിശാലമായ UP പോലുള്ള വലിയ സ്റ്റേറ്റുകളിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടി കർശനമായി പരിണതപ്രജ്ഞരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളെയാണ് പലപ്പോഴും വെക്കുന്നത്. നമുക്കത് അറിയില്ല എന്താ. പക്ഷേ എന്തായാലും അമിത്ഷാ വിളിച്ചിട്ടുണ്ട്. പത്മജയുടെ കാലം തെളിഞ്ഞു എന്നാണ് തോന്നുന്നത്. പക്ഷെ ഒരു കാര്യം നമ്മൾ സമ്മതിക്കണം, പത്മജ ശരിയായാലും തെറ്റായാലും അവർ BJP പോയതിനു ശേഷം വളരെ പക്വതയോടുകൂടി, എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലുള്ളപ്പോൾ പക്വത ഇല്ലെന്നല്ല, എന്നാലും BJP പോയതിനു ശേഷം വളരെ പക്വതയുള്ള ഒരുപാട് കാര്യങ്ങളും അവരുടെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വളരെ വലിയ രീതിയിലാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ ഡൽഹിയിൽ വിളിച്ചിരുന്നു. ഡൽഹിയിൽ വിളിച്ചതിൻ്റെ ഭാഗമായി അവർ ഗവർണറാവാൻ സാധ്യതയുണ്ടോ? ഗവർണറാകട്ടെ, അതിനവർക്ക് അർഹതയുണ്ട്. കാരണം അവർ പല കാരണങ്ങളാൽ അർഹതയുണ്ട്. ഒന്ന്, വളരെ വലിയൊരു രാഷ്ട്രീയ നേതാവിൻ്റെ മകളാണ് എന്നുള്ളതൊരു ക്വാളിഫിക്കേഷൻ തന്നെയാണ്. കാരണം രാഷ്ട്രീയ നേതാക്കൾ പ്രവർത്തിക്കുമ്പോൾ അതുപോലെ തന്നെ ചെറിയ പ്രായം മുതൽ അവർ രാഷ്ട്രീയത്തിലൊക്കെ വന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അവർ അതുകൊണ്ട് പ്രവർത്തിക്കട്ടെ. ഇപ്പോൾ BJP-യിൽ വന്നു. തീർച്ചയായിട്ടും അവർ ഗവർണറാവുകയാണെങ്കിൽ നല്ല കാര്യം. ഗവർണറാകട്ടെ. അത് ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായാലും അവർക്കത് ശോഭിക്കാൻ കഴിയട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. പത്മജ വേണുഗോപാൽ തീർച്ചയായിട്ടും ഗവർണറായാൽ കേരളത്തിന് 2 രീതിയിൽ അഭിമാനിക്കാം. ഒന്ന് കേരളീയൻ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ കേരളീയ എന്നുള്ള രീതിയിലോ അഭിമാനിക്കാം, വനിത എന്നുള്ള രീതിയിലും നമുക്ക് അഭിമാനിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും പത്മജ വേണുഗോപാൽ തീർച്ചയായിട്ടും ഗവർണറോ അല്ലെങ്കിൽ അതിന് തുല്യമായ വലിയ പദവിയിലേക്ക് തന്നെ വരട്ടെ. അമിത്ഷായുടെ വിളി വെറും വിളിയാകാതിരിക്കട്ടെ. അത് തീർച്ചയായിട്ടും അതിനൊരു ഫലമുണ്ടാകുമെന്ന് തന്നെ വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം.